ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ശരത് പരമേശ്വർ. 2024 ലോക്സഭാ ഇലക്ഷന് ശേഷം മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഈ രാഷ്ട്രീയം പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് രാഷ്ട്രീയം വ്യക്തിപരമായി ഒരു രാഷ്ട്രീയമുള്ള ഒരാളാണ്, ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ സർക്കിളിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ മാത്രമാണ്. ഇതുവരെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് കൊള്ളാമെങ്കിൽ നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ഈ പരിപാടി ഉടച്ചു നിർത്താം. അതായത് നിലവിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും അതുപോലെ തന്നെ കേരളത്തിലെയും ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയവും ഇതിനകത്തുള്ള ബന്ധപ്പെട്ടുള്ള എൻ്റെതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പോയിന്റ്, ഇവിടെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് ലോകത്തിലെ. ഈ രാജ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സെക്യുലറിസം അതിനെ തന്നെ മുറുകെ പിടിക്കുന്ന ഈ രാജ്യത്തിൽ, ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിൽ ഏറ്റവും എടുത്തു പറയപ്പെടേണ്ട ഒരു കാര്യം, ഒരു നല്ലൊരു പ്രതിപക്ഷം രൂപപ്പെട്ടു എന്നുള്ളതാണ്. NDA മുന്നണി 293 സീറ്റ് വിജയിച്ചപ്പോൾ അത് നമ്മുടെ ഇന്ത്യ മുന്നണി 234 സീറ്റിലേക്ക് അവരും എത്തി. അതായത് വളരെയധികം വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് ഒരു 50 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. എങ്കിലും നമ്മുടെ BJPയുടെ സാധാരണ വോട്ട് ഷെയറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മൊത്തത്തിൽ അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇത് നാഷണൽ ലെവലുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എന്താ പറയുക, 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഭരണഘടന തന്നെ മാറ്റി എഴുതിയേക്കാം എന്നുള്ളൊരു ചിന്ത സംഘപരിവാറിന്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ചിന്തയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു, കരുത്തായിരുന്നു ഈ ഒരു ഓപ്പോസിഷൻ ഇത്രയും വളരെ പ്രബലമായ വോട്ട് ഇന്ത്യ മുന്നണിയിലൂടെ ഒക്കെ വന്നത്. സോ ആ ഒരു കാര്യം വളരെ അഭിലഷണീയമാണ് ഇന്ത്യയുടെ മുന്നോട്ട് പോക്കി. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വഴിവെച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിനെ തന്നെ പിടിച്ചു ഉലയ്ക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തുന്നതിൽ യുവാക്കളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് വളരെയധികം ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു വളരെ നല്ല രീതിയിൽ നിരീക്ഷണത്തോടുകൂടി വ്യക്തമായ എവിഡൻസോടുകൂടി വീഡിയോ ചെയ്ത വ്യക്തിയാണ് ധ്രുവ് റാഠി. പുള്ളിക്കാരൻ ജർമ്മനിയിലാണ്. പുള്ളിക്കെതിരെ നമ്മുടെ എന്താ പറയാ, ഈ BJP വലതുപക്ഷ ആ ഒരു സൈബർ ആക്രമണമൊക്കെ വളരെ രൂക്ഷമായ രീതിയിലുണ്ട്. കാരണം അദ്ദേഹം എതിരിടുന്നത് BJPക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വളരെ മ്ലേച്ഛമായ പദപ്രയോഗത്തിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിന് ആക്രമിക്കുന്നത്. ആള് ജർമ്മനിയിലാണുള്ളത്. പുള്ളിക്കാരൻ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി. അത് യുവജനങ്ങൾക്കിടയിൽ വളരെ വലിയൊരു മാറ്റം, സാധാരണക്കാർക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന മാറ്റമൊക്കെ നമ്മൾ കണ്ടു. ഈവൻ രാമക്ഷേത്രം പോലും ചർച്ച ചെയ്യപ്പെട്ടു. രാമക്ഷേത്ര നിർമ്മിതിയിലൂടെ BJPയുടെ മുൻകാല അജണ്ടകളിലൊന്നായിരുന്നു രാമക്ഷേത്രം. ആ ഒരു സ്ഥലത്ത് പോലും അവിടെ അവർ പിന്നോട്ട് പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. നമ്മുടെ മോദിയുടെ തന്നെ ഗുജറാത്തിൽ മോദിയെ തന്നെ കുറച്ച് സമയത്തെങ്കിലും പിന്തള്ളിക്കൊണ്ട് ഈ ഇന്ത്യ മുന്നണി വന്നൊരു കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഘടകങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പ്രബലമായ രീതിയിൽ ഒരു പ്രതിപക്ഷം കൂടെ രൂപപ്പെട്ടു എന്നുള്ള കാര്യത്തിന് അടിയുറച്ച് നമുക്കെല്ലാവർക്കും അത് വളരെ ആശാജനകമാണ്, ആശാസ്യമാണ്. അതുപോലെ തന്നെ ധ്രുവ് റാഠിയെ പോലുള്ളൊരു വ്യക്തി, ഒരൊറ്റ വ്യക്തി കാരണം തന്നെ ഒരുപാട് ജനങ്ങൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരുപാട് ഈ വോട്ടിങ്ങിന് തന്നെ അത് അതിൽ പ്രകടമായി നമുക്ക് ആ വ്യത്യാസം കാണാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം എല്ലാ സ്ഥലങ്ങളിലും എടുത്തു പറയുന്നൊരു കാര്യം. ഇത് നാഷണൽ ലെവലുള്ള കാര്യം. സോ സ്വാഭാവികമായിട്ടും ഇപ്പോഴും നമ്മുടെ BJP തന്നെ അഥവാ NDA സഖ്യകക്ഷി തന്നെയായിരിക്കും, അലയൻസ് തന്നെയായിരിക്കും. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും വീണ്ടും വരിക എന്നുള്ള കാര്യം തന്നെ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. പക്ഷെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ ഒരുപാട് വിഭിന്നമാണ്, മാറ്റം വരുന്നുണ്ട്. ഒരു പശ്ചിമ ബംഗാളിന്റെ മറ്റൊരു അവസ്ഥ കേരളത്തിലേക്ക് വിദൂരമായിട്ടെങ്കിലും വരുമോ, അല്ലെങ്കിൽ ത്രിപുര, പശ്ചിമ ബംഗാള്, അതൊക്കെ പറയുന്ന തരത്തിലേക്ക് ഇവിടെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ ജീർണത പ്രകടമാക്കുന്ന ഒരു ഇലക്ഷൻ കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. പൊതുവെ ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ ഇടതുപക്ഷ പാർട്ടികൾ കുറച്ചധികം നിർജീവാവസ്ഥയിൽ തന്നെയായിരുന്നു കുറെ കാലം കൊണ്ട്. അതിൽ ഏറ്റവും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇപ്പം വളരെ ചുരുങ്ങിയ ലെവലിലേക്ക് മാത്രം, സർക്കിളുകളിലേക്ക് ചുരുങ്ങിയ ഒരു ലെവലിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ പോയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇത്രയെങ്കിലും ഒരു അധികാരത്തോടു കൂടി അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഇലക്ഷനിലൂടെ BJP വീണ്ടും അവരുടെ കരുത്ത് വളരെയധികം വോട്ടിങ്ങിലൂടെ തെളിയിച്ചു എന്നുള്ളതാണ്. അതിനെക്കാട്ടിലപ്പുറം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു MPയെ ലോക്സഭയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറ്റി. തൃശ്ശൂർ എനിക്ക് വേണം, എനിക്ക് തൃശ്ശൂർ തരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുരേഷ് ഗോപിയെ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ, തൃശ്ശൂരിലെ ജനങ്ങൾ, അഥവാ ഇത്രയും കാലം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങൾ തന്നെ
അവർ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. അദ്ദേഹം നോട്ട് ഓൺലി അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു മാൻഡേറ്ററി മാത്രമായിട്ട് വരുന്നില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അപ്പുറം അദ്ദേഹം എന്നുള്ളൊരു വ്യക്തിക്കാണ് കൂടുതലും വോട്ട് വന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്. ഒരിക്കലും ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരോ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമായിരിക്കില്ല, എല്ലാ മതത്തിലുള്ള ആൾക്കാരും അദ്ദേഹത്തിന് വോട്ട് ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങേർ ആ വ്യക്തി ഇപ്പോൾ ശരിക്കും നമ്മുടെ ലോക്സഭയിലേക്ക് MP ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ ജനങ്ങൾക്ക് ഒരു സംശയം ജനിപ്പിക്കുന്നു, ഇതെന്ത് സംഭവിച്ചു, ആരുടെ വോട്ടാണ്? അപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇപ്പം കോൺഗ്രസിനെതിരെ തന്നെ, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ തന്നെ പുള്ളിക്കാരൻ പബ്ലിക്കായിട്ടൊക്കെ ഒന്ന് വീഡിയോ ചെയ്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അയാൾ പബ്ലിക്കായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, വിമർശനം നേതൃത്വത്തിനെതിരെ. അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, വോട്ട് ചോർത്തിക്കൊടുത്തുകൊണ്ട് വോട്ടിനെ എന്താണ്, നമ്മുടെ മുരളീധരനായിരുന്നു അവിടെ മത്സരിച്ചത്, കെ മുരളീധരൻ. അപ്പം മുരളീധരൻ അവിടെ തോൽക്കുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ വോട്ട് മറിച്ചു, BJP വോട്ട് മറിച്ചു എന്നുള്ള കാര്യമാണ്. എന്നാൽ കോൺഗ്രസിന് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ വോട്ടും പോയിട്ടുണ്ട്. അപ്പോ ഇവരൊക്കെ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലം കുറെ കാലത്തിന് മുമ്പേ അതിക്രമിച്ചു. ഇപ്പൊ അത് മാറ്റം വന്നു. സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുകയും കേരളത്തിൽ അവരുടെ ഒരു എന്താ പറയാ ഒരു മെമ്പറായിട്ടുള്ള ഒരു വ്യക്തി, അതായത് സുരേഷ് ഗോപി ഇവിടെ കിട്ടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി വരും ദിനങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ഇലക്ഷനുകളിൽ തീർച്ചയായിട്ടും BJP നിർണായക കക്ഷിയായിട്ട് മാറും. ഒരു കണക്കിന് പറഞ്ഞാൽ ഇപ്പോൾ BJP രാഷ്ട്രീയത്തിന് ഞാൻ അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടത്തെ രാഷ്ട്രീയ ധാർഷ്ട്യം, കേരള രാഷ്ട്രീയത്തിലെ ധാർഷ്ട്യം, ജനങ്ങള് എന്തുകൊണ്ടാണെങ്കിലും ചില രാഷ്ട്രീയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് കാലാകാലങ്ങളിൽ അവരങ്ങ് വിജയിപ്പിക്കും, അവരങ്ങ് നടക്കും, അവർക്ക് ആൾക്കാരുടെ മുമ്പിൽ ധാർഷ്ട്യത്തോടെ പെരുമാറാം, ജനങ്ങളോട് എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുകയും ജനങ്ങളുടെ മുമ്പിൽ തന്നെ അഹങ്കാരമായിട്ട് കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ആൾക്കാർ, ജനസേവകർ എന്ന് പറയപ്പെടുന്ന ഇവർ ജനങ്ങളുടെ യജമാനന്മാരായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന്റെ അകത്ത് ഇവിടത്തെ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷത്തിനും രണ്ടുപേർക്ക്, അഥവാ കോൺഗ്രസ് പാർട്ടിക്ക് UDF-നും ഒക്കെ ഇതിനകത്ത് ഒരുപോലെ പങ്കുണ്ട്. ഇപ്പോൾ കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ്, സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂർ ജയിച്ചു. തൃശ്ശൂർ ജയിച്ച സുരേഷ് ഗോപി ജയിച്ച ഉടനെ തന്നെ സുരേഷ് ഗോപി ജയിച്ചത് ഒറ്റ കാരണത്താൽ ആ നാട്ടുകാരെ കുറ്റപ്പെടുത്തുക, ആ നാട്ടുകാരെ ചാണകമെന്നും അതുപോലെ തന്നെ ആ നാട്ടുകാരെ സംഘികളെന്നും അവര് വിവരമില്ലാത്തവരെന്നും ബുദ്ധിശൂന്യരെന്നൊക്കെ അവരെ അപമാനിക്കുക. അതില് ഒരു മെജോറിറ്റി ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് വിജയിച്ചത്. ഇതുപോലെ തന്നെയല്ലേ ഇതുപോലുള്ള മറ്റുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇവിടെ വിജയിച്ചു വന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത ആ ജീർണത ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കില്ലേ? അങ്ങനെ ചിന്തിച്ചൂടെ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും അതിനെ സഹിഷ്ണുതയോടെ ഏറ്റെടുക്കണം. അല്ലാതെ ആ നാട്ടുകാരെ മൊത്തം തെരുവിളിക്കുകയല്ല വേണ്ടത്. അത് കേൾക്കുന്ന നാട്ടുകാർ എന്ത് വിചാരിക്കും, ആരൊക്കെയോ ചെയ്ത കാരണത്താൽ ഇവിടെ ഇങ്ങനെ സാഹചര്യം വന്നു, അതുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചു, അപ്പൊ പിന്നെ ഞങ്ങളെ മൊത്തത്തിൽ ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യുന്നില്ലെന്ന് ഇവർ തീരുമാനം എടുത്താൽ ഇനി ഫ്യൂച്ചറിൽ ഇവർക്ക് എങ്ങാനും ആ ഏരിയയിൽ പോകാൻ പറ്റുമോ? ശരി, ഒരു സ്ഥലത്ത് അക്കൗണ്ട് തുറന്ന BJP നാളെ മറ്റൊരു സ്ഥലത്തും കൂടി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ നാട്ടുകാർ ഇങ്ങനെ പറയും, ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ മാറി മാറി ഭരിച്ചതല്ലേ, നിങ്ങൾ തന്നെയല്ലേ അവർ വളർത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ത്രിപുരയും പശ്ചിമ ബംഗാളും ഒക്കെ കേരളത്തിൽ ആവർത്തിക്കുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇടത് വലത് പാർട്ടികൾക്ക് ഒരുപോലെ ആത്മവിമർശനം നടത്തേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ നടന്ന ഇലക്ഷൻ കേന്ദ്രത്തിൽ ശരിക്കും പറഞ്ഞാൽ BJPക്ക് കനത്ത പ്രഹരമാണ്. നല്ലൊരു ഓപ്പോസിഷൻ നല്ല രീതിയിൽ BJP ആക്രമിച്ച്, അഥവാ NDA ആക്രമിച്ചുകൊണ്ട് ആക്രമണ സ്വഭാവത്തോടു കൂടി ഒരു കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് എല്ലാ കാര്യങ്ങളൊന്നും അവരോട് ആലോചിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. ഈ രാജ്യത്തിന്റെ അകത്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയും ചെയ്യും. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP ഒരു നിർണായക കക്ഷിയായിട്ട് എല്ലായിടത്തും വോട്ട് ഉയർത്തിയിട്ടുണ്ട്. അവരുടെ മിക്ക നേതാക്കന്മാർക്കും നല്ല രീതിയിൽ വോട്ടിംഗ് ഷെയർ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുടെ വോട്ട് വളരെ താഴോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ആശങ്കാജനകമാണ്. ഈ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ഇടതുപക്ഷത്തിന്റെ സംഭവത്തിന്റെ ജീർണതയിലേക്ക് പോകുന്നത് ആശങ്കാജനകമാണ്. സോ ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു വ്യക്തി വിജയിച്ചു, ആ വ്യക്തി ഒരു രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല, അയാളുടെ വ്യക്തി പ്രഭാവം കൂടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തുള്ള നാട്ടുകാരെ മൊത്തത്തിൽ സംഘികളെന്നും ചാണകമെന്നും മറ്റതെന്ന് പറഞ്ഞ് കളിയാക്കാതിരിക്കുക. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായിട്ട്. അല്ല, അതുപോലെ തന്നെ കേന്ദ്ര രാഷ്ട്രീയത്തിനെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി, ധ്രുവ രാഷ്ട്രീയപ്പോലുള്ള ആൾക്കാരൊക്കെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള പല ആൾക്കാരും ഉയർന്നു വന്നുകൂടായികയില്ല എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.